അവൻ മുന്നോട്ട് വന്നിട്ട് തന്റെ അരയിൽ തിരികിയിരുന്ന ആ ഓടക്കുഴലെടുത്ത് അതിമനോഹരമായി തബല വായിക്കാൻ തുടങ്ങി. ശ്രമിക്കണം, ഓടക്കുഴലെടുത്ത് വീണ വായിക്കാൻ തുടങ്ങി. എന്നാ ഈ പറയണേ? ഓടക്കുഴലെടുത്ത് ഗിത്താർ വായിച്ചു. അതെ, അവൻ അതെടുത്ത് അത് വായിക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു ശബ്ദം, മുറ്റത്തൊരു മൈന. ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ. സുപ്രൻ തിരിഞ്ഞു നോക്കിയില്ല, മൈന ചമ്മിപ്പോയി. പാവം മൈന ചമ്മിപ്പോയി. ആരുടെയും മുഖത്ത് നോക്കാനാവാതെ മൈന ചമ്മി ചമ്മി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു മൈനയ്ക്കും ഇതുപോലെ പറ്റരുത് ദൈവമേ. ചമ്മിപ്പോയി മൈന, ചമ്മിപ്പോയി മൈന, ചമ്മിപ്പോയി മൈന, ചമ്മിപ്പോയി മൈന. സഹോദരൻ, ചമ്മലേറ്റ് വാങ്ങിയ മൈന ഒരു മനുഷ്യന്റെ മുഖത്ത് പോലും നോക്കാതാവാതെ സുപ്രനെ തെറിയും വിളിച്ചുകൊണ്ട് അങ്ങ് അകലേക്ക് പറന്നകന്നു. ഇത് കാക്കയല്ലേ? ആ മൈന മൂത്ത കാക്കയാകുന്നത്. അങ്ങ് അകലെ നിന്ന് ആരും ഓടി വരുന്നു. ഒരു സുന്ദരിയായ പെൺകുട്ടി. അടിമാലി ശാന്തയാണോ? അല്ല, അമ്മലം മേരിയായിരിക്കും. ഇവരാരുമല്ല, നമ്മുടെ കഥാനായിക അമ്മിണി. അമ്മിണി ഓടി വരികയാണ്. ഓടി വന്ന അമ്മിണി ഒരു കല്ലിൽ തട്ടി അലച്ചും കെട്ടി പടക്കോന്നും പറഞ്ഞ് അവിടെ വീണു. സുപ്രൻ ഓടിച്ചെന്ന് ചോദിച്ചു, പെണ്ണെ നിനക്ക് എന്താ പറ്റിയത്? എന്റെ കാലൊന്ന് ഒളുക്കി. ഇല്ല, കാൽ ഒടിഞ്ഞു കാണും. ഇല്ല, കാലൊളുക്കി. ഒടിഞ്ഞു കാണും. ഇങ്ങനെ സംശയം തോന്നിയാൽ എന്റെ കയ്യിലുള്ള ഈ കളരി ബർമാണി തൈലം ഒരല്പം എടുത്ത് കയ്യിൽ പുരട്ടിയതിന് ശേഷം ചെറിയ ബോട്ടിലിന് വില 5 രൂപ, വലിയ ബോട്ടിൽ 10 രൂപ. വലിയ ബോട്ടിൽ വാങ്ങുന്നത് ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. വീണുകിടന്ന അമ്മിണിയെ സുപ്രൻ പിടിച്ചു നിർച്ച് തന്റെ മാറോടണച്ചുകൊണ്ട് ഇങ്ങനെ പാടി. മാറോടണച്ചു ഞാൻ പാടാം താമര നൂലു കൊണ്ടാലോലം ആലോലം. മാറോടണച്ചു ഞാൻ പാടാം താമര നൂലു കൊണ്ടാലോലം. മാറോടണച്ചു ഞാൻ പാടാം മാമര നൂലു കൊണ്ടാലോലം ആലോലം. മാറോടണച്ചു ഞാൻ പാടാം മാമര നൂലു കൊണ്ടാലോലം. സഹോദരരെ, ഇത് പറയുമ്പോ എനിക്ക് വേറൊരു തമാശ കൂടി ഓർമ്മ വരുന്നു. ഞാനും എന്റെ സംഘവും കൂടി കഴിഞ്ഞ ദിവസം ഒരു അംബാസഡർ കാറിൽ കഥാപ്രസംഗം കഴിഞ്ഞു വരികയാണ്. ആശാനെ, അംബാസഡർ കാർ പോയിട്ട് സൈക്കിൾ പോലും സ്വന്തം ഇല്ലാത്ത ആശാനാണ് ഇങ്ങനെയൊക്കെ പറയണത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തില് തമാശയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ അപ്പൊ നമ്മൾ ഇന്നും ഒരു അംബാസഡർ കേറിയിട്ടില്ല. ഉറപ്പാണല്ലോ? സത്യമാണല്ലോ? ഇതാ പറഞ്ഞ ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. പെട്ടെന്നൊരു ശബ്ദം. അതാ അങ്ങ് ആ മരുഭൂമിയുടെ അകലിൽ നിന്നും ആരോ ഒരു സൈക്കിളിൽ നിങ്ങളുടെ മുന്നോട്ട് വരികയാണ്. ആരാണത്? ആരാണ്? ബാബുവാണോടാ? അല്ല, ആരുമല്ല. അടുത്തു വന്നപ്പോഴാണ് മനസ്സിലായത് ഒരു അറബിയാണ്. ഈ ഓടി വന്ന അറബിയുടെ പേരെന്താണെന്ന് അറിയണ്ടേ? മറ്റൊന്നുമല്ല, അൽകുൽത്ത് അജീഷ് മോൻ. അറബി വന്ന വഴി തന്നെ അമ്മിണിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ആർക്കും മനസ്സിലായില്ല. പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. മറ്റൊന്നുമല്ല, എന്റെ കയ്യിലുള്ള ഈ അറബി പാൽക്കായം വാങ്ങൂ. അറേബ്യയിൽ നവാച്ചാൽ എന്ന് പറയുന്ന മരത്തിൽ നിന്നെടുക്കുന്ന ഒരു കറിയാണ് അറേബ്യൻ പാൽക്കായം. ഇതൊരു തുള്ളി, ഒരു അരിമണി തൂക്കം എടുത്ത് വെള്ളത്തിൽ ചാരിച്ച് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വയറുള്ള വയറുകടി, വയർപുണ്ണ്, വയറുവേദന ഇതൊക്കെ മാറും. മാത്രമല്ല, വീട്ടിലുള്ള നാൽക്കാലികൾ റബ്ബറിന്റെ ഇല തിന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാൽക്കാലികൾ ജീവനോടെ ഓടി നടക്കും. ഇതിന്റെ ചെറിയ ഡെപ്പിയുടെ വില 5 രൂപ, വലിയ ഡെപ്പിയുടെ വില 50 രൂപ. വലിയ ഡെപ്പി വാങ്ങുന്നതാണ് നിങ്ങൾക്ക്. ക്ഷമിക്കണം, ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. അങ്ങനെ അറബിയോട് താങ്ക്സും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുപ്രനും രമണിയും മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് പുറകിൽ നിന്നും ഘോരമായ ഒരു വിളി. മറ്റാരുമല്ല, അമ്മിണിയുടെ അമ്മാവൻ ബിനുക്കുട്ടൻ. ബിനുക്കുട്ടനെ കണ്ട മാത്രയിൽ സുപ്രനും അമ്മിണിയും ഓടുകയാണ്. തൊട്ടുപുറകെ ബിനുക്കുട്ടൻ, മുമ്പിൽ സുപ്രനും അമ്മിണിയും, തൊട്ടുപുറകെ ബിനുക്കുട്ടൻ, മുമ്പിൽ സുപ്രനും അമ്മിണിയും. അങ്ങനെ ഓടി ഓടി അവർ വഴിയഴിയാതെ ഉഴുകയാണ്.
അഴിയാ ഉഴുകയെ. ആശാനെ ഇങ്ങോട്ട് നോക്ക്. അങ്ങനെയല്ല, വഴി അഴിയാതെ ഒഴുകുള്ളൂ. അതെ, അത് അറിയാതെ അത് ചെയ്യുകയാണ്. അങ്ങനെ അവർ വീണ്ടും ഓടി. മുന്നോട്ട് ഓടി ഓടി ഒരു 4 കൂടിയ മുക്കവലയിൽ വന്നു നിന്നു. മുമ്പിലേക്ക് ഒരു വഴി, സൈഡിലേക്ക് വേറൊരു വഴി. ഏത് വഴിക്ക് പോകണമെന്ന് അറിയില്ല. ഇങ്ങനെ സംശയത്തിൽ നിൽക്കുന്നവർ എന്റെ കയ്യിൽ ഈ ബുക്ക് വാങ്ങുക. സഞ്ചാര സഹായി. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്, ആരുടെയൊക്കെ ഫോൺ നമ്പറുകൾ വേണം, ട്രെയിൻ സമയം, അങ്ങനെയുള്ളതെല്ലാം ഈ ബുക്കിലുണ്ട്. ഈ ബുക്ക് വാങ്ങുന്നവർക്ക് ഒരു പോക്കറ്റ് ഡയറി ഫ്രീ. ഈ ചെറിയ ബുക്കിന്റെ വില 5 രൂപ, വലിയ ബുക്ക് 10 രൂപ. വലിയ ബുക്ക് വാങ്ങിക്കുന്നവർക്ക് നിങ്ങൾക്ക് ക്ഷമിക്കണം. ഇന്ന് പാലക്കാട്, കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. ഇന്ന് പാലക്കാട്, കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. അങ്ങനെ വെയിൽ കൊണ്ട് ഓടി ഓടി തളർന്ന് അമ്മിണിയുടെ മുഖം കരിവാളിച്ചൊരു പ്രത്യേക വൃത്തികെട്ട രീതിയിലായി. ഇങ്ങനെ മുഖം കരിവാളിച്ച് വിഷമിച്ചിരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്റെ കയ്യിലുള്ള ഈ കുങ്കുമപ്പൊടി കയ്യിൽ വാരി എടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇങ്ങനെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. കാണിക്കൂ. ഇങ്ങനെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കുറച്ചു നേരം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം നല്ല സൗന്ദര്യമായി തീരും. അപ്പോൾ ചിലർക്ക് മുഖത്തിന് മാത്രമായിരിക്കില്ല കാന്തി, ചിലവരുടെ മുടി കൊഴിയുന്നു. അങ്ങനെ തോന്നുന്നവർ, മുടി കൊഴിച്ചിലുണ്ടെന്ന് തോന്നിയാൽ എന്റെ കയ്യിലിരിക്കുന്ന ഈ പൊടി ഒരല്പം എടുത്തിട്ട് അത് തലവഴി വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതേപോലെയായി തീരും. അപ്പോൾ മുഖസൗന്ദര്യവും വർദ്ധിക്കും, മുടി കൊഴിച്ചിലും മാറിക്കിട്ടും. ചില ആളുകൾക്ക് കരിവാളിപ്പായിരിക്കും മുഖത്ത്, ചില ആളുകളുടെ മുടി കൊഴിയുന്നു. എന്നാൽ ചിലർക്ക് ഇതൊന്നുമല്ല, മുഖക്കുരു. എന്ത് ചെയ്താലും മാറില്ല മുഖക്കുരു. ഇങ്ങനെയുള്ള യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ ഈ പൊടി ഒരു അല്പം, ഈ പൊടി ഒരു അല്പം എടുത്തിട്ട് കയ്യിലിട്ട് തിരുമിയതിനു ശേഷം മുഖത്ത് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. ഇപ്പൊ മുഖക്കുരു തന്നെ മാറിക്കൊള്ളും. ശരിക്കും ഈ പൊടിക്ക് വില 3 രൂപയാണ്. ഈ പൊടിക്ക് 5 രൂപ, ഈ പൊടിക്ക് 10 രൂപ. ഏറ്റവും നല്ലത് ഈ പൊടി വാങ്ങുന്നതാണ്. ഇന്ന് പാലക്കാട്, കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. ഇന്ന് പാലക്കാട്, കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. പാലക്കാട്, കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. ഞങ്ങളുടെ ആശാൻ ഈ പോലീസുകാരൻ വെടിവെച്ച് കൊന്ന്. എന്ത് പണിയാ സാറെ കാണിച്ചത്? കാര്യം ഇതൊക്കെ ആണെങ്കിൽ കാതികനെ വെടിവെച്ച് കൊല്ലേണ്ട യാതൊരു കാര്യം ഉണ്ടല്ല. അല്ലെ എന്തിനാ വെടിവെച്ച് കൊന്നത്? എന്തിനാ വെടിവെച്ച് കൊന്നെന്നാ? എടാ, നാളെ ഇവന്റെ കഥാപ്രസംഗം എന്റെ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഞാൻ ബുക്ക് ചെയ്തൊക്കെയായിരുന്നു. ഇവനെ ഞാൻ ഇന്ന് വെടിവെച്ച് കൊന്നില്ലെങ്കിൽ നാളെ എന്റെ നാട്ടുകാർ വെടിവെച്ച് കൊല്ലും. അറിയാമോ നിനക്ക്? നാളെ പാലക്കാട്, പിന്നെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. സഹൃദയരെ, ഇതോടെ എന്റെ കഥ കഴിഞ്ഞു.